മക്കളെ ഇത്? അത്താഴം കഴിക്കുമ്പോഴും വേണോ ഇങ്ങനെ വഴക്ക്? അമ്മ ഇവനൊരു കഷ്ണം കൂടുതലാ. മോന് വേണ്ടത് അമ്മ തരില്ലേ? ദാ ഞാൻ അടുത്തുള്ളപ്പോ തന്നെ ഇങ്ങനെ. അപ്പൊ പിന്നെ അമ്മ ഇല്ലാണ്ടായ ആരുണ്ട് നിങ്ങളെ വഴക്ക് പറയാനും നിയന്ത്രിക്കാനും ഒക്കെ? അമ്മ എങ്ങോട്ടേക്കാ പോണേ? പള്ളിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് നമുക്ക് ഇത്രയും പേർക്ക് കഴിഞ്ഞുകൂടാൻ പറ്റുമോ? നിങ്ങളും വളർന്നു വരികയല്ലേ. വട്ടപ്പാറ അച്ഛൻ അമ്മയ്ക്ക് വേറൊരു ജോലി ശരിയാക്കി തരാന്ന് പറഞ്ഞു. എവിടെയാ അമ്മേ? അത് കുറെ ദൂരെയാ, ജർമ്മനിയില്. അപ്പൊ ഞങ്ങളെയും കൊണ്ടുപോകത്തില്ല ജർമ്മനിയില്? കുട്ടികളെ കൊണ്ടുപോകാൻ അവര് സമ്മതിക്കുന്നില്ല. അത് പറ്റില്ല. അങ്ങനെ ഞങ്ങൾ അമ്മേനെ ഒറ്റയ്ക്ക് വിടത്തില്ല. അമ്മ പോയാ പിന്നെ മോനുനെ ആരാ നോക്കുന്നേ? മോനുനെ അമ്മ വേറൊരു വീട്ടിലേൽപ്പിക്കും. അവര് വളർത്തിക്കോളും. നിങ്ങളുടെ കാര്യവും അമ്മ തീരുമാനിച്ചിട്ടുണ്ട്. ചാച്ചനും അമ്മയും ഇല്ലാതെ നിങ്ങൾക്കിവിടെ കഴിയാൻ പറ്റുമോ? ഓരോ മക്കൾക്കും ഓരോ വീട്, ഒരുപാട് സ്നേഹമുള്ള ചാച്ചനും അമ്മയും, നല്ല ആഹാരം, നല്ല വസ്ത്രം, നല്ല സ്കൂള്. ഞങ്ങൾക്ക് വേറെ എവിടെയും പോണ്ട, അമ്മയുടെ കൂടെ കഴിഞ്ഞാ മതി. മീനു, എന്താ മോളെ? അമ്മ എന്തിനാ ഞങ്ങളുടെ നോണ്ട പറയുന്നേ? ജർമ്മനി പോവാന്നൊക്കെ സുഖമില്ലാത്തോണ്ടല്ലേ? അമ്മ മരിച്ചു പോവെന്ന് വിചാരിച്ചിട്ടല്ലേ? എന്താ ചേച്ചി, എന്തിനാ അമ്മ കരയുന്നേ? ഡോക്ടറല്ലേ ഇതൊക്കെ പറഞ്ഞത്, ദൈവമല്ലല്ലോ. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലെന്ന് അമ്മയല്ലേ ഞങ്ങളെ പഠിപ്പിച്ചത്. മോളെ, ഇത് ദൈവത്തിന്റെ തീരുമാനമാണ്. ഡോക്ടർ അത് മനസ്സിലാക്കി തന്നേ ഉള്ളൂ. അമ്മ പോയാല് അമ്മയുടെ ആത്മാവ് നിങ്ങളെ ഓർത്ത് വിഷമിക്കരുത്. പള്ളിയിലും മഠത്തിലും ഒക്കെ വളർന്ന അമ്മയ്ക്ക് ഇപ്പോഴും വിശ്വാസം ഇല്ലല്ലേ? ഞാനും പിള്ളേരും ഈശോയോട് ഒരുപാട് കരഞ്ഞു പറഞ്ഞു. മനസ്സോർന്ന് പറഞ്ഞ ഈശോ കേൾക്കും. എനിക്കറിയാം എന്റെ അമ്മയ്ക്ക് ഒന്നും വരില്ല. അമ്മ സമാധാനായിട്ട് ഇവിടെ ഇരുന്നാ മതി. ഞാൻ എങ്ങനെയെങ്കിലും ജോലി എടുത്ത് അമ്മയും പിള്ളേരെ നോക്കാം. അമ്മ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ആളാരാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഐ എം ഡോക്ടർ ഡേവിഡ്. ഇത് വൈഫാണ് മിനി. അകത്തേക്കിരിക്കാം. വരൂ വരൂ. ഇരിക്കൂ. കുട്ടികളൊക്കെ എവിടെ? ഓ, സ്കൂളിൽ പോയി കാണും അല്ലേ? അനി, അവർക്കിപ്പോ കാപ്പിയും ചായയും ഒന്നുമല്ല ആവശ്യം. കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുക, പിന്നെ മോനുകുട്ടിനെ ഒന്ന് കാണുക.
ഉറങ്ങിയായിരുന്നല്ലേ? വാ മോനെ, പതുക്കെ പതുക്കെ. മോനു, നമുക്ക് കാറില് നമ്മുടെ വീട്ടിൽ പോവാം. അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല ചോദിക്കോ പറയോ പറ്റോ വേണമെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഇനി മിസ്സസ് ജോണിയാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളെക്കുറിച്ച് എല്ലാം ഞാൻ ആനയോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ചില സംശയങ്ങളൊക്കെ ആനയ്ക്ക് ബാക്കിയുണ്ടാവും. സംശയങ്ങളല്ല, എന്നാലും ഇതൊന്നും സാധാരണ നടക്കാറുള്ള കാര്യങ്ങളല്ലല്ലോ. എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം. എന്ത് വേണമെങ്കിലും ചോദിക്കാം ഫാദർ. നിങ്ങൾക്ക് ഇപ്പോൾ കുട്ടികളില്ലെങ്കിലും ഭാവിയിൽ ഉണ്ടായിക്കൂടാ എന്നില്ലല്ലോ. സി മിസ്സസ് ജോണി, ഞാനൊരു ഡോക്ടറാണ്. ഒരു കുട്ടി ഉണ്ടാകാനുള്ള ഭാഗ്യം ഞങ്ങൾക്കില്ല എന്ന് ഉറപ്പായതിനു ശേഷമാണ് അഡോപ്ഷനെ കുറിച്ച് ചിന്തിച്ചത് തന്നെ. ഫാദറിനറിയാലോ. അതുകൊണ്ട് മാത്രം കുട്ടിയുടെ സേഫ്റ്റി ആയില്ലല്ലോ. ഞങ്ങൾ അതും ആലോചിച്ചു. എനിക്ക് കുടുംബ സ്വത്തായി കിട്ടിയ ഒരു എസ്റ്റേറ്റ് ഉണ്ട് വയനാട്ടിൽ. അതിന്റെ പകുതി കുട്ടിയുടെ പേർക്ക് ഇഷ്ടദാനം എഴുതി വച്ചിട്ട് അവനെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകും. അഡോപ്റ്റ് ചെയ്താൽ പിന്നെ അവൻ എന്റെ സ്വന്തം മകനല്ലേ. എങ്കിൽ പിന്നെ നമുക്കിന്ന് പിരിയാം. അടുത്ത തിങ്കളാഴ്ച. അങ്ങനെയല്ലേ ഡോക്ടർ പറഞ്ഞത്? ജോണി, എന്നോട് പൊറുക്കണേ. എപ്പോ വേണമെങ്കിലും നിങ്ങൾക്കൊക്കെ അങ്ങോട്ട് വരാം. മോനെ കാണണമെന്ന് തോന്നുമ്പോൾ ഒരു കത്തിട്ടാ മതി. ഞങ്ങൾ ഇങ്ങോട്ടും വരാം. ബന്ധങ്ങളൊന്നും അറ്റുപോയിട്ടില്ല, പോവുകയില്ല. ഇങ്ങോട്ട് മാറാം.
എടാ അന്തോണിയേ, ഇവിടെ എന്താടാ ഗീവറസ് പുണ്യാളച്ചന്റെ പെരുന്നാളാണോ? ദീപക്കാഴ്ച പോലുള്ള ലൈറ്റുകൾ കത്തിച്ചിട്ടേക്കണേ. കൊച്ചമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. കൊച്ചേനെ കൊണ്ടാക്കാൻ കുട്ടികളോ ഇല്ല. എന്നാ പിന്നെ വെട്ടമെങ്കിലും ഇരുന്നോട്ടെ. രണ്ട് ചെറുത് കടുമാങ്ങയും തൊട്ടുകൂട്ടി അടിക്കുമ്പോ ഒച്ച എനക്കൊക്കെ തന്നിണ്ടായിക്കോളും. മേരി കുഞ്ഞേ, എടി മേരി കുഞ്ഞേ. കഥക് ചവിട്ടി പൊളിക്കാതെ ബെല്ലടിക്കണ്ട മുതലാളി. എടാ ഈ കുന്ത അടിക്കണെങ്കിലും വേണം കറണ്ട്. അത് ഫാദർ കൊടുക്കോ? ഇല്ലല്ലോ. ആ മേരി കുഞ്ഞേ, ഓ എടി മേരി കുഞ്ഞേ. എടി ഈ തീവട്ടി എന്തിനാ കത്തിച്ചിട്ടിരിക്കുന്നത്? വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോ ഒരു ലൈറ്റ് അകത്തിട്ടാ പോരെ, വെട്ടം പുറത്തേക്ക് ഇങ്ങോട്ട് വരില്ലേ? ദൈവം സഹായിച്ച് കണ്ണിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ കണ്ണിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ നാളെ വരാൻ കൊച്ചമ്മ.